ഇന്ന് ചെയ്യുന്ന ജോലി 2 വർഷം കഴിഞ്ഞാലും അത് നിങ്ങളുടെ തന്നെ ആയിരിക്കും. ലോകത്തിലെ വൺ ഓഫ് ദി ടോപ്പ് AI കമ്പനീസ് ആന്ത്രോപിക്. Breaking news from Anthropic. ഏതൊരു മലയാളി ഉദ്യോഗാർത്ഥിയും വിദ്യാർത്ഥിയും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ നീല നിറം നോക്കൂ. ഈ നീല നിറം ഔട്ട്ലൈൻ ചെയ്യുന്നത് എയ്ക്ക് ഏതൊക്കെ മേഖലകളിൽ എത്രത്തോളം ടാസ്ക് ഇപ്പോൾ തന്നെ ചെയ്യാമെന്നതാണ്. ലീഗൽ, ഫൈനാൻസ്, ബിസിനസ്, മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ 80 മുതൽ 100% വരെ തിയറിറ്റിക്കലി അത് പോസിബിൾ ആണ്. എന്നാൽ ഫിസിക്കൽ വർക്ക്സ്, അതായത് ഫുഡ് ആൻഡ് സർവീസ്, കൺസ്ട്രക്ഷൻ പോലുള്ള ഫിസിക്കൽ വർക്ക്സിൽ എയ്ക്ക് വലിയ റോളില്ല. പക്ഷേ ഇതിൽ ട്വിസ്റ്റ് നോക്ക്. എയ്ക്ക് പല മേഖലകളിലും 80% വരെ കഴിയുമെങ്കിലും തിയറിറ്റിക്കലി, പക്ഷെ ഇതിനെ നമ്മൾ ആകെ ഉപയോഗിക്കുന്നത്, അതായത് അഡോപ്ഷൻ ഇരിക്കുന്നത് വെറും 20 മുതൽ 30% വരെയാണ്. ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട് ഇതിനകത്ത്. ഈ ഗ്യാപ്പിലാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. എന്താണ് ഈ സിന്തസിസ്? പല കാര്യങ്ങൾ കോർത്തിണക്കി ഒരു ഔട്ട്കം ജനറേറ്റ് ചെയ്യുന്നതിനാണ് സിന്തസിസ് എന്ന് പറയുന്നത്. ഇന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇന്നൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വെറും കോഡ് മാത്രമല്ല എഴുതുന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടീമിനെ ഒരുമിച്ച് കൂട്ടണം, എന്തൊക്കെ ടാസ്ക് എയെ കൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യിക്കണം, ഏതൊക്കെ ടാസ്കിൽ ഹ്യൂമൻ മാനുവൽ വർക്ക് അസൈൻ ചെയ്യണം. ഇതിൽ കോഡിംഗ് വെറും ഒരു ടാസ്ക് മാത്രമാണ്. പക്ഷെ ഈ 10 കാര്യങ്ങൾ കോർത്തിണക്കി ഒരു റിസൾട്ട്, ഒരു ഔട്ട്കം ജനറേറ്റ് ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്ന് ചെയ്യുന്നത്. അതായത് പണ്ടത്തെ പോലെ സിമ്പിൾ കോഡിംഗ് മാത്രമല്ല, ഇന്ന് 10 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് അതിൽ നല്ലൊരു ഔട്ട്കം കണ്ടെത്തുകയാണ്. ഇതാണ് സിന്തസിസ്. വെറും ഒരു സിമ്പിൾ ടാസ്ക് ചെയ്യുന്നവരെ AI മാറ്റും. ഔട്ട്പുട്ട്സ് ഓവർ ഇൻപുട്ട്സ്. 2026 കഠിനാധ്വാനമല്ല, കൃത്യമായ റിസൾട്ട്സ്, ഔട്ട്പുട്ട്സ് കൊണ്ടുവരുന്നവരെയാണ് വേണ്ടത്. അതാണ് ഇപ്പോഴത്തെ ഗോൾഡൻ റൂൾ.